അപ്പോൾ അവിടെ നിന്നോളൂല്ലേ, നീയാണോ ചോദിച്ചോണ്ട് നടക്കണേന്ന് എന്നോട് ചോദിച്ചാ. അപ്പൊ ഇതൊന്നും അല്ല കാര്യപ്പ. നീ വേറൊരു കാഴ്ച കാണിച്ചു തരാം. അത് അപ്പയുടെ സാധനം നമ്മുടെ അല്ല. നോക്കും ഉണ്ടായി കിടപ്പുണ്ട്, ഇതുവരെ മിണ്ടിയിട്ടില്ല. ഞാൻ വീഡിയോയിൽ വരുമ്പോ അറിഞ്ഞാ മതി. അടുക്കളയിൽ നോക്കുമ്പോ എല്ലാരും നോക്കുമ്പോ ഒരു പണിയില്ല, പക്ഷെ നോക്കിയും കണ്ടും ചെയ്യുമ്പോ പലർക്കും പല പണിയുണ്ടാവും. വലുതാകുമ്പോ പിള്ളേർക്കൊക്കെ ഒരു ഭക്ഷണ രീതിക്ക് പിള്ളേർക്കുടെ ഇഷ്ടം. കറി ഒന്നും ഇല്ലാത്തപ്പോ ഇങ്ങനെ അങ്ങ് കഴിച്ചാൽ മതി, അടിപൊളിയാ. ഹലോ, ഗുഡ് മോർണിംഗ്. കുറേ ദിവസം നല്ല തിമിർത്ത് മഴയ്ക്ക് ശേഷം വെയിലൊന്ന് എത്തി നോക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൂര്യനാണ് അവിടെ ചെറുതായിട്ട് ഉദിച്ച് പ്രകാശമൊക്കെ പരത്തിക്കൊണ്ടിരിപ്പുണ്ട്. ഇത്രയും ദിവസം ഉണ്ടല്ലോ നല്ല മഴയും തണുപ്പും, കിളിയിലാ വരയ്ക്കണ തണുപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ കിളികളൊക്കെ വെയിൽ കണ്ടപ്പോഴേക്കും കിന്നാരം പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നാർത്തുല്ലസിച്ച് നടപ്പുണ്ട്. ഞാൻ അപ്പയുടെ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നീ മേടിച്ചോണ്ടെന്ന പാഷൻ ഫ്രൂട്ടില്ലേ, അത് നട്ടപ്പ വള്ളിയെല്ലാം കെട്ടി അതിൽ കയറ്റി മാവേ കയറ്റിയില്ലേ, ഓർക്കണില്ലേ? അതിൽ ഒരുപാടുണ്ടായി. പകുതി അണ്ണാൻ തിന്നട്ടെ, ബാക്കി നമുക്ക് തിന്നാനും കിട്ടി. എന്നിട്ട് ഞാൻ അപ്പയുടെ ഇന്നാള് ജയൻ വന്നപ്പോ പറഞ്ഞേ, ജയൻ ചേട്ടൻ പറഞ്ഞു, ജയൻ പറഞ്ഞ അവര് നട്ടിട്ട് അതിലുണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ കായ്ഫലം ഇല്ലാത്തതുകൊണ്ട് വെട്ടിക്കളഞ്ഞു. അപ്പൊ പലരോടും പുള്ളി ചോദിച്ചു. അപ്പൊ ഒരു ട്രിപ്പ് കഴിഞ്ഞ പിന്നെ ഉണ്ടാവണില്ല ആർക്കും. അപ്പൊ ഞാൻ അപ്പയോട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, നമുക്ക് വേണമെങ്കിൽ ഇനി ഇതിൽ കുറച്ച് വെയിറ്റ് ചെയ്തേച്ച് ഉണ്ടായില്ലെങ്കിൽ ചൂടങ്ങ് വെട്ടാന്ന് പറഞ്ഞപ്പോ അപ്പൊ പറഞ്ഞു, അവിടെ നിന്നോളൂല്ലേ, നീയാണോ ചോദിച്ചോണ്ട് നടക്കണേന്ന് എന്നോട് ചോദിച്ചാ. മാവേലല്ലേ, ആർക്കും ശല്യമില്ലല്ലോ, പന്തലേക്ക് എറിയക്കണതല്ല കേട്ടോ, മാവില് നിങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇതിൽ നമ്മൾ പറിക്കണത്. അപ്പൊ ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ നിന്നോട് പറഞ്ഞില്ലേ, കറിവേപ്പേല് ശാഖ അല്ല ഇതിങ്ങനെ വളഞ്ഞ് കുറെ കറിവേപ്പിട്ട് കയറിയിട്ടുണ്ട്, കുറെ മാവേട്ടും കയറിയിട്ടുണ്ട്. ആ കറിവേപ്പ് പോകുമെന്നുള്ള അതേ പൂ വൈകുന്നേരം ആകുമ്പോഴാണ്, ഉച്ച കഴിയും, ഒരു 3 മണിയാകുമ്പോഴാണ് ഇതിൽ പൂ വിരിയണം ഞാൻ കാണുന്നത്. രാവിലെ പൂ വിരിയണില്ല. അപ്പൊ ഇതില് കുറേ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതില് ഉണ്ണി പോലെ പിടിച്ചിട്ടുണ്ടായിരിക്കും. വെയിലേറെ അടിക്കുമ്പോ കണ്ണിലേക്ക് അടിക്കുമ്പോ അറിയാൻ പറ്റൂല. അത് നിങ്ങൾ ഒരു വീഡിയോയില് പൂവിന്റെ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു, നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതൊന്നും അല്ല കാര്യപ്പ. രാവിലെ 8 മണിയായപ്പോ ഈ മുറ്റത്ത് കരിയിലായതുകൊണ്ട് ചുമ്മാ ഒന്ന് വകഞ്ഞു കളയാം, വൃത്തിയൊന്നും ആയിട്ടില്ല എന്നോർത്ത് വന്നേച്ചേ. വെറുതെ ഇങ്ങനെ ഞാൻ നോക്കും. അങ്ങനെ നോക്കിയപ്പോ ദേ കിടക്കണ ഏറ്റവും മുകളിൽ 2 എണ്ണം കാണാമോ? സൂം ചെയ്താ ബുദ്ധിമുട്ടാന്നുണ്ടേ, വെയിലും അടിക്കുന്നുണ്ട്, അതുകൊണ്ട് അവിടെ 2 എണ്ണം ഉണ്ട്, മുകളിലും താഴെ ഓരോന്ന്. ഇപ്പൊ 2 പാഷം അതിന്റെ പൂ നമ്മൾ കണ്ടില്ലായിരുന്നു. പക്ഷെ അത് പറിക്കൽ ഇച്ചിരി കെണിയാ അല്ലേ, തോട്ടി കണ്ട് പറിക്കായിരിക്കും. പിന്നെ അണ്ണാൻ കൊണ്ടുപോണത് കൊണ്ടുപോട്ടെ, ഏതായാലും കുറച്ചുണ്ടായല്ലോ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. നിങ്ങൾ എപ്പോഴും പാഷൻ ഫ്രൂട്ട് അപ്ഡേറ്റ്സ് ചോദിക്കാറില്ലേ, അതുകൊണ്ട് കാണിച്ചു തന്നാ കേട്ടോ. ഇത് പഴയ പാഷൻ ഫ്രൂട്ടിന്റെ ആണ്. പുതിയതിന്റെ നിങ്ങളെ എപ്പോഴും പന്തലിൽ കയറി കിടക്കണം കാണിക്കാറുണ്ട്. അത് തണ്ടൊക്കെ മൂത്ത് കഴിഞ്ഞാലല്ലേ അതാവുള്ളൂ. പക്ഷെ ഇല്ലടി, ഇതിൽ അണ്ണാൻ കയറി വെച്ചതേ കുറേ ഇതിന്റെ തണ്ടുകൾ ആ കാർഷെഡിന്റെ മീതായിട്ട് ഇങ്ങനെ കയറി ഏതാണ്ട കാണിക്കണം. അതേ വലിഞ്ഞു കിടപ്പുണ്ട്. അവിടേക്കാൻ കിടക്കട്ടെ. അത് അപ്പൊ ഇവിടെ നിന്ന് സൂം ചെയ്ത കാണാം. അവിടെ നിന്ന് അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്, ഒന്നും അല്ലെങ്കിൽ കട്ട് ചെയ്യണം. അപ്പൊ പറഞ്ഞു കട്ട് ചെയ്യണ്ട, അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. കാർഷെഡിലേക്ക് പടരുമോന്ന് ഇനി അറിയില്ല, എന്നെങ്കിലും ആവട്ടെ. ഏതായാലും 2 എണ്ണം ഇപ്പൊ കണ്ടില്ലേ. ഇനി വേറൊരു കാഴ്ച കാണിച്ചു തരാം. അത് അപ്പയുടെ സാധനം നമ്മുടെ അല്ല, കാണിച്ചു കൊടുക്ക. അപ്പ പക്ഷെ അറിഞ്ഞിട്ടില്ല. ഇപ്പൊ വേനലല്ലാത്തോണ്ട് നനയ്ക്കണില്ല. നനയ്ക്കണുണ്ടെങ്കിൽ എന്നും ചെക്ക് ചെയ്യും. ഞാൻ അടുക്കളപ്പുറത്തൊന്ന് ഇറങ്ങുമ്പോ എന്നും അതിന്റെ പാഷൻ ഫ്രൂട്ടിന്റെ ചോട് നോക്കുമ്പോ അതിന്റെ നോക്കും. ഉണ്ടായി കിടപ്പുണ്ട്, ഇതുവരെ മിണ്ടിയിട്ടില്ല. ഞാൻ വീഡിയോയിൽ വരുമ്പോ അറിഞ്ഞാ മതി. ബാ കാണിച്ചു തരാം. ഇച്ചിരി ഉറക്കപ്പറ, വീഡിയോയില് കേക്കൂല. വലുതായത് ചെറുതാ. ഞങ്ങളല്ലാട്ടോ ഇതിന്റെ ഉടമ, അതും പറഞ്ഞേക്കാം. അത്രേ അതിലുള്ളൂ. മറ്റതിലുണ്ട്, അപ്പുറത്ത് നിൽക്കണതിലും ഉണ്ട്. കാണിച്ചു തരാം. വെയിലേറൊക്കെ അടിച്ച് ആവശ്യത്തിന് തണുവായി കഴിഞ്ഞപ്പോൾ മൊത്തമായി. പക്ഷേ ഇതിന് എന്തോ ഒരു ഇത് വന്നായിരുന്നു. അപ്പം ഏതാണ്ടൊക്കെ ജൈവ മരുന്നുകൾ തളിച്ചായിരുന്നു ഇതിന്. എന്നാന്ന് എനിക്കറിയില്ല. അപ്പുറം കാണിച്ചു തരണ്ടേ, അതിലുണ്ടോ? ഇത് കുഞ്ഞിങ്ങാരം വിരിഞ്ഞു വന്നേക്കണത്. വേറെ ഉണ്ട്, അതിലും ചെറുതുണ്ടത്. മാറ്റണില്ല. ഇവിടെ വേറെ ഇച്ചിരി വലുതായി. കാണാമോ? കാണാം. ഇത് ഞങ്ങളല്ല കേട്ടോ അതിന്റെ ആള്. ഇവിടെ വേറെ ഉണ്ട്.
കാന്താരിയുടെ ആളാ ഞാൻ. കാണാം. അപ്ഡേഷൻ പന്തല ഫ്രഷായിട്ട് നട്ടേക്കണതിന്റെ അപ്ഡേഷൻ. ഇവിടെ വെയിലായി. അത് കുഴപ്പമില്ല. വീഡിയോ എടുക്കാനല്ലേ. ഞാൻ നീ ആ പാത്രം കഴുകിയത് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയത്. അതിന്റെ പുറത്ത് വെച്ചപ്പോ സമ്മതിക്കണം, അത് ഓടി വന്ന് വെയിലത്ത് വെക്കണമെങ്കിൽ സമ്മതിക്കണം. പലതിനും അടുക്കളയിൽ നോക്കുമ്പോ എല്ലാരും നോക്കുമ്പോ ഒരു പണിയില്ല. പക്ഷെ നോക്കിയും കണ്ടും ചെയ്യുമ്പോ പലർക്കും പല പണിയുണ്ടാവും. നോക്കാത്തവർക്ക് പണിയൊന്നും ഉണ്ടാവൂല. പരിപാടിക്ക് തുടങ്ങാം. അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ? ഈ ചുമന്ന ഈ എപ്പോഴാ ഇഞ്ചി ഒന്ന് പറിക്കണ്ടേ? ഇവനല്ലേ നമ്മുടെ ചുമന്ന ഇഞ്ചി. പറ്റുമെങ്കിൽ ഇന്ന് പറിക്കാം. പറ്റുമെങ്കിൽ ഒരു ചോടൊന്ന് പറിച്ചു നോക്കാം. ഇല്ലെങ്കിൽ അടുത്ത ആഴ്ച. ഇതൊരു സ്പെഷ്യൽ ഇഞ്ചിയാട്ടോ. ഇത് കളറ് റെഡ് കളറാ. നമുക്ക് പറിച്ച് കാണിക്കാൻ വൈകുന്നേരം. മഴ പെയ്ത് വെയില് കണ്ടു കഴിഞ്ഞപ്പോ അണ്ണാന്റെ കമ്പുകളൊക്കെ പോയി. അണ്ണാൻ ഇച്ചിരി വിഷമാണിപ്പോ. ഇവിടത്തെ കമ്പും പോയി. കൊറേ സാധനമായിട്ടാ അപ്പ ഇന്ന് ഷൂട്ടിങ്ങിന്റെ ആവശ്യങ്ങളുമായിട്ട് വരണത്. കൊറേ അമ്മ എഴുതി കൊടുത്തിരുന്നല്ലോ. പല വ്യഞ്ജനങ്ങളുണ്ട്. എന്നാക്കിയാ സാധനങ്ങളാകട്ടെ? ഇതിങ്ങനെ അങ്ങ് പിടിച്ചു, എനിക്ക് നേരെയില്ല. അതാ ഇതെന്നാക്കിയാണ് സാധനങ്ങള്? ഇതെന്നാ പോലും. ഇത് പച്ചക്കായ, നീലപ്പഴം, നീലമാങ്ങ, മൈദ. ഇതെന്നാ? അത് പുതിൻഹര. പുതിൻഹര. ഇത് കൊറേ ഉണ്ട് കേട്ടോ പോപ്പിൻസ്. അത് ചോറൂണ് കഴിയുമ്പോ എടുക്കണതല്ലേ. കൊണ്ടാക്കട്ടെ. ചോറ് പാലാട്ടോ. പാല. ചോറ് തിളപ്പിക്കാൻ വെച്ചില്ല. അതെ. എന്തോരം പപ്പായ അതിനകത്ത് ഇരിക്കണേ. ഇതാണ് അമ്മ പറഞ്ഞ നീലപ്പഴം. നീലപ്പഴം അല്ല കേട്ടോ, നീലം മാങ്ങേനെ ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ അതെ കളറ് വെച്ച് നോക്കുമ്പോ നീലപ്പഴം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പോപ്പിൻസ് എന്തുമാത്രം പോപ്പിൻസാ ഊണ് കഴിഞ്ഞെടുക്കാൻ. അപ്പയ്ക്ക് രസിക നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ആവശ്യത്തിനുള്ള രസികയുടെയാണ് മേടിച്ചത്. മതി, ധാരാളം മതി. പിന്നെ ഇതേ പച്ചപ്പഴം എടുത്ത് വെക്കാം. കാണിക്കാനൊന്നും ഇല്ലല്ലോ. പഴുത്തതും പഴുക്കാത്തതുമായിട്ട് മിക്സ് ചെയ്ത ഇഞ്ചി തന്നെ എപ്പോഴും 2 ദിവസത്തേക്കായിട്ട് മേടിക്കുന്നുണ്ടേ. കണ്ടോ? ശരി, ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതന്നെ അമ്മ ഇങ്ങനെ എല്ലാം എടുത്തു കൂത്തി കേട്ടോ. മഴ വന്നപ്പോ നാളില്ലേ 2 പ്ലാസ്റ്റിക് ടിൻ കിണറുകലയിലിരുന്ന് മഴയത്ത് നനഞ്ഞുപോയി. പ്ലാസ്റ്റിക് ടിൻ ഭക്ഷണ സാധനം ഇട്ട് വെക്കണതായിരുന്നത്. കഴുകിയ ചവിട് വെച്ച് ഈ ചേട്ടന്മാര് കമ്പ് മുറിക്കണുണ്ടായിരുന്നു പുറകു വശത്ത്. അവര് വന്ന് കട്ടൻ മഴ ചൂട് തരാവോന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞിട്ട് മഴയല്ലേ, കട്ടൻ ചായ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് വെച്ചപ്പോഴത്തേക്ക് മഴ വന്നു. ഓർത്തില്ല. പ്ലാസ്റ്റിക് ടിൻ അവനെ ഉണക്കി എടുത്തു. ഇതൊക്കെ ദേ കുക്കർ, അരി വെക്കണ കുക്കറ്, ദേ ബ്രൂ ഇട്ട് വെക്കണ ഒരു കുപ്പി കഴുകി ഉണക്കിയത് ഒരു കുപ്പിയിൽ ഫ്രഷ് ഇട്ട് വെച്ചു. ശവാനാഴി ഉച്ചയ്ക്ക് നമ്മളുണ്ടാക്കിയത് ഇടിയപ്പത്തിന്റെ അത് കുഴച്ച ബേസിൻ എല്ലാം എടുത്തോണ്ട് പോകാൻ മഴക്കാറ് വെക്കേണ്ടത്. ഇടികല്ല് കണ്ടോ? അതെ, ഞാൻ പറയാറില്ലേ ഇടികല്ല് കഴുകി ഉണക്കണം. നമ്മുടെ വൃത്തി ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, പറഞ്ഞു. ഞാൻ എടുക്കണോ? ആ മരം കുത്തിയുടെയാണ് കേട്ടോ ശബ്ദം. അടുത്ത മഴ വരാൻ പോവാണ്. മഴക്കാറ് വെക്കുന്നുണ്ട്. മരം കുത്തി നിങ്ങൾ കണ്ട? ഞാൻ ക്യാമറ കൂടുതൽ അടുപ്പിച്ച് കൊണ്ടുപോയാലേ അത് നിങ്ങൾ അവിടെ നിന്ന് പോകും, പറന്നു പോകും. അപ്പം തന്നെ ക്യാമറയുടെ തലവട്ടം കണ്ടാൽ മതി, അപ്പം തന്നെ പറന്നു. ഞാൻ ഓട്സ് കഞ്ഞി എടുത്തപ്പോ അമ്മ എന്നോട് പറഞ്ഞു ഇന്ന് അത് എടുക്കണ്ട. എനിക്ക് കേട്ടും കണ്ട് മടുത്തു. മടുത്തല്ല, ദേഷ്യം. കയ്യിലിരിക്കുന്ന ചട്ടുകം വെച്ചൊക്കെ ചിലപ്പോ തരാൻ തോന്നാം. നല്ലോണം എടുക്കണ്ടല്ലോ നെയ്യും മറ്റേ. ഇന്ന് രണ്ടും കൽപ്പിച്ച. ചെറുപ്പകാലങ്ങളിൽ ഇഷ്ടം പോലെ തീറ്റിയേക്കണതാ. അത് കഴിഞ്ഞ് അങ്ങ് തിന്നൂല്ലോ. വലുതാകുമ്പോ പിള്ളേർക്കൊക്കെ ഒരു ഭക്ഷണ രീതിക്ക് പിള്ളേർക്കുടെ ഇഷ്ടല്ലേ. അത് ചോറ് അധികം ഉണ്ടാ, വെയിറ്റ്, വണ്ണം, മറ്റത് മറിച്ചതെന്നാ. അടിച്ചു കൊടുക്കേണ്ട പ്രായത്തിൽ ചേരിക്ക് കൊടുത്തിട്ടുണ്ട്. അടിച്ചും പിച്ചിയും നുള്ളിയല്ല. എനിക്കത് ഓർമ്മ പോലുമില്ല. നീ ചെറുതല്ലേ, അപ്പൊ അന്നേരം പിന്നെ കഴിച്ചോളൂ. കാരണം അപ്പൊ ഞാൻ
അത് പറഞ്ഞിരുന്ന കാര്യം നടക്കൂല. മണി 1:30 ആ വീഡിയോ പരിപാടി ഉള്ളതുകൊണ്ടേ വീഡിയോ ദിവസങ്ങളിൽ ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആകുമെന്ന് പറയാറില്ല. ചില ദിവസം 1:15 കഴിക്കൂട്ടെ. ഇന്നിപ്പോ 2-3 ഓൾറെഡി കഴിഞ്ഞു. അതുകൊണ്ട് എനർജി എല്ലാം പോയി. ഇനി ഫുഡ് ചെന്നാലേ എനർജി ആവുള്ളൂ. വൈകുന്നേരം വേറെ വീഡിയോ ഉണ്ട്, അതും പറഞ്ഞേക്കാലോ നിങ്ങളോട്. മക്കക്കപ്പ അപ്പൊ ദേ നെയ് മൺകലത്തില് പരമ്പരാഗത രീതിയിൽ തന്നെയാണ് ചെയ്തു തന്നതാ, ഇളക്കി ശരിയാക്കാൻ. അപ്പൊ നെയ്യ് അങ്ങ് ഉരുക്കാനായിട്ട് ഇട്ടു കേട്ടോ. അപ്പൊ നെയ്യ് ഉരുക്കി കഴിയുമ്പോ ചുവന്നുള്ളി, ഇച്ചിരി വേപ്പില, ഒരു സ്വല്പം ഇഞ്ചിയും ചതച്ചിട്ടുണ്ട്. വേപ്പില സാധാരണ ഇടാറില്ല, പക്ഷെ ഞാനൊരു വെറൈറ്റി ആയിട്ട് വേപ്പില ഇട്ടതാട്ടോ. അത് നമുക്ക് ഈ ഇതിലേക്ക് കലത്തിലേക്ക് ചേർത്ത് അങ്ങ് മൂപ്പിക്കുക ആദ്യം നെയ്യില് കേട്ടോ. ഇവിടെ സ്ഥിരമുള്ളവര് ഞങ്ങളുടെയൊക്കെ വീട്ടിലും അമ്മ അവിടെ ഈ പശുവിനെ കറക്കുമ്പോൾ ഇങ്ങനെ നെയ്യ് ഉരുക്കി വെച്ച് ചോറിട്ട് ഇളക്കി തരുമായിരുന്നു. ഇവിടെ അപ്പയ്ക്കിത് ഈ പശുക്കറവയും പാൽപരിപാടി ഉള്ളതുകൊണ്ട് അമ്മച്ചി സ്ഥിരം ബാല്യം അപ്പ പറയണത് കോളേജ് കാലം വരെ കൊടുത്തിട്ടുണ്ടെന്ന് പറയണം. ഇങ്ങനെ കൊടുക്കണ ഒരു അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചോറിങ്ങനെ കഴിക്കുമ്പോ നല്ല സമൃദ്ധിയാണ്, എനർജി, ഹെൽത്ത് അല്ലേ നല്ല. പിന്നെ വീട്ടിലുണ്ടാക്കണ നെയ്യല്ലേ? അല്ലെ, വീട്ടിലുണ്ടാക്കണം നെയ്യ്. അപ്പൊ പിന്നെ വേറെ കറിയൊന്നും ഇല്ലാതെ ഈ ചോറങ്ങ് ഉണ്ണും. കറി ആവശ്യമില്ല ഇതിന്. നെയ്യ് മൂപ്പിച്ച് ചോറിനുമ്പോ കറി ആരെയും ചേർക്കൂല. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇതിന്റെ ടേസ്റ്റ് കിട്ടൂല. അത് കാരണം അവനവന്റെ വീട്ടിൽ കറന്നേച്ച് ഉരുക്കിയെടുക്കണം നെയ്ക്ക് ഒരു പ്രത്യേക രുചിയല്ലേ. അത് ഭയങ്കര പ്രശസ്താണ്. അപ്പൊ ഉള്ളി മൂക്കട്ടെ കേട്ടോ. ഈ ഫാനം ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഒരുപാട് താമസം. വേപ്പില ഒരു കുഞ്ഞ ഇഞ്ചി പീസ് ചതച്ചതും കൂടെ ഉണ്ട് കേട്ടോ. അതിന്റെ കൂടെ ഒരു സ്വല്പം ഇല്ലേ, സ്വല്പം എന്തേ ചില്ലി ഫ്ലേക്സ്, അതായത് ചതച്ച മുളക്. നമ്മൾ ചതച്ച മുളക് കേട്ടോ, സ്വല്പം മതി. ഇതിന് എരിവുള്ളത് അതുകൊണ്ടാണ്. ഞാനൊരു ചേഞ്ചിന് വേണ്ടിയാട്ടോ അത് ചെയ്തത്. സാധാരണ നമ്മൾ നെയ്യിൽ ഉള്ളി മൂപ്പിച്ച് വേപ്പില ഇഞ്ചി ഒന്നും ചേർക്കാറില്ല കേട്ടോ. അതിലേക്ക് ചോറിട്ട് ഇളക്കുക പതിവ്. ഇതൊരു വെറൈറ്റി, അതിന് വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഇതിപ്പോ കൊറേ ചോറൊക്കെ ഉണ്ടല്ലോ, ഇച്ചിരി അമ്മ കഴിച്ചോട്ടോ. ആ അതൊക്കെ ഞാൻ എടുത്തോളാം. നെയ്ക്ക് ആവശ്യമുള്ള ചോറെടുത്ത് കാണിക്കുമ്പോൾ തീരെ ഇതായാൽ പറ്റുള്ളൂ എന്നോർത്ത്. ഇനി മൂത്തത് മതി. നമുക്ക് നെയ്യ് അതിലേക്ക് മുളകത് മതി. നെയ്യല്ല ചോറ്. ആ അതെ, ചോറ്. മണി 1:45 ദിക്കിൻ്റെ അതിനൊക്കെ പോയി. ഇടുവാണേ, നോക്കട്ടെ കേട്ടോ. അതിന് പറ്റിയ നെയ്യ് അല്ലെങ്കിൽ പിന്നെ ചോറ് കൂടുതൽ ചേർത്താൻ പറ്റില്ല. ഗ്യാസ് നോക്കി, എണ്ണ ഗ്യാസിൻ്റെ ആവശ്യമില്ല. മേടിക്കുന്ന നെയ്യായതുകൊണ്ട് അത് ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കി വെച്ച് ഉപ്പ് ചോറിൽ ചേർത്താൽ മതി. നോക്കട്ടെ കേട്ടോ. പൊടിക്ക് ഉപ്പ് മതി, ഓൾറെഡി ഉപ്പുണ്ടോ. അത്രയും ചോറ് മതി. നല്ല മണം, നല്ല മണം. എന്നാന്നറിയാമോ, പാകാൻ നെയ്യ്. ഇനി ചോറിടണ്ട. ഇനി ചോറിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇച്ചിരി കൂടുതലുണ്ടോ നെയ്യ്? ഇല്ല ഇല്ല ഇല്ല, പാകം അതിന് പാകം. ഞാൻ വീട്ടിലേക്ക് മാറ്റാം കേട്ടോ. അപ്പൊക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ചോറായിരുന്നു, ഏറ്റവും ഇഷ്ടവും. ഇഷ്ടവും. ഇതിന്റെ കൂടെ കറിയൊന്നും വേണ്ട. ഒന്നും വേണ്ട. ഇതിന്റെ കൂടെ കറി കഴിക്കൂല സാധാരണ. ആരും കഴിക്കൂല കറി. ഞാനൊന്ന് നോക്കട്ടെ, ഉപ്പ് നോക്കട്ടെ. മതി, കറക്റ്റ്, എല്ലാം കറക്റ്റാ. സോസറിൽ പോരെ? ആ മതി മതി. അതിന്റെ ആവശ്യമുള്ളൂ. ഉള്ളി മുളക് എടുത്ത സോസർ തുടയ്ക്കണോ? ഉള്ളി മുളകും അല്ല, ഇഞ്ചി ഉള്ളി ഇതിലേക്ക് കോരി എടുക്കട്ടെ. ചൂട് വേണം ഇതിനെ കഴിക്കാൻ. ചൂടറിയത് കൊള്ളില്ല. ഓർമ്മകൾ അയവറക്കണം. ഞാനും കഴിച്ചിട്ടുണ്ട്. അമ്മ അധികം കഴിച്ചിട്ടില്ല. തിരുമലയൊരു അമ്മ ഗ്രാൻഡ്മദർ അമ്മ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇവിടെയാണ് കൂടുതൽ ഇതിൻ്റെ. ഞാൻ വെച്ചാൽ ഇവിടെയും പശുവിൻ്റെ പരിപാടി കഴിച്ചിട്ടുണ്ട്, എന്നാലും കുറവാണ്. കൈ കൊണ്ട് അങ്ങ് ഉരുട്ടി അങ്ങ് കഴിക്കണം. പക്ഷെ ഞാനിപ്പോ സ്പൂൺ കൊണ്ട് കഴിക്കണേ. കാരണം എന്താണെന്നറിയോ, ഞാനിപ്പോ ക്യാമറ ഹാൻഡിൽ ചെയ്യുന്നു, വീഡിയോ എഡിറ്റ് ചെയ്യുന്നു, അപ്ലോഡ് ചെയ്യാനുള്ള ശ്രമം. അതിന്റെ ഇടയിൽ വീഡിയോ ഉണ്ടല്ലോ, ഫോൺ എനിക്ക് പിടിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇന്ന് സ്പൂൺ കൊണ്ടാണ്. 22 ജൂൺ 22 ശനിയാട്ടോ ഇന്ന്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പൂൺ കൊണ്ട് കഴിച്ചു കഴിഞ്ഞാല് കയ്യില് ഒട്ടിപ്പിടിക്കൊന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര ഗുണമാണ്. നല്ല വേറെ വർക്കുകളുള്ളപ്പോൾ നമുക്ക് സ്പൂൺ യൂസ് ചെയ്യണ തന്നെയാണ് ഈസി. ചെമ്മീൻ ചാറ് ഒഴിക്കണോ? വേണ്ട. ഇച്ചിരി വേണമെങ്കിൽ ഒഴിച്ചോ. പൊടിക്ക് മതി, എന്നാണോ ഇതിന്റെ രുചി കിട്ടൂല. അതെ അതെ അതെ, പൊടിക്ക് ഒഴിക്കണോളൂ. വൈകിട്ട് നമുക്ക്
കറിക്ക് എടുക്കാം, മറ്റേതിന് എടുക്കാം കേട്ടോ. കപ്പയ്ക്ക് ഇച്ചിരി ഒഴിച്ചാൽ മതി. നെയ്യുടെ രുചി കിട്ടൂല. അതാ ചൂടോടുകൂടി കഴിക്കണം. മേശയിൽ വെച്ച് ഇച്ചിരി ഒന്ന് ടേബിൾ മാറ്റി ഇട്ടൊന്ന് കഴിക്കാം. എന്നിട്ട് പിന്നെ തീപ്പോയിൽ അവിടെ കൊണ്ടുവച്ചു ഇങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യും. അടിപൊളി പോരെ കറി. ഞാൻ ഇതുകൊണ്ടാട്ടോ കറി ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ തനതായ ടേസ്റ്റ് കിട്ടൂല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കറി ഇടാൻ. ഞാൻ ഓക്കെ കഴിക്കാം. പണ്ടത്തെ നൊസ്റ്റു ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടാണ് ഞാൻ കഴിക്കാൻ പോണേ. ഞാൻ അധികം ഇങ്ങനെ കഴിച്ചിട്ടില്ല. പണ്ട് ചെറുപ്പത്തിലെ 1-2 വട്ടമൊക്കെ കഴിച്ചിട്ടുണ്ട്. അധികം കഴിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ എങ്കിലും ദിസ് ഇസ് ഡെലീഷ്യസ്. കറി ഒന്നും ഇല്ലാത്തപ്പോൾ ഇങ്ങനെ അങ്ങ് കഴിച്ചാൽ മതി. അടിപൊളിയാ. അപ്പയ്ക്കൊന്ന് വേണോ? ഇച്ചിരി കഴിക്കാം, നല്ല രുചിയാ. ചെമ്മീനൊക്കെ കൂട്ടി കുഴച്ചങ്ങ് കഴിക്കാം. ചെമ്മീൻ ചാറേ ഇതേ ഇച്ചിരി എടുത്തോ, നല്ല രുചിയാ. അടിപൊളി. ചെമ്മീൻ ഇതിൻ്റെ മുകളിൽ കയറ്റി വെക്കാം. കണ്ടോ? ഇനി നമുക്കങ്ങ് ടേസ്റ്റ് ചെയ്യാം. ഉഗ്രൻ. ഒന്നും പറയാനില്ല, വിരൽ വരെ കടിച്ചു പോകും കൈ കൊണ്ട് കഴിച്ച. അത്ര ടേസ്റ്റാണ്. ചെമ്മീൻ ചാറ് ഒഴിച്ചെങ്കിലും അത് മാച്ചായി പോകുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച നെയ്യ് മൂപ്പിച്ചത് കാരണം ചെമ്മീൻ ചാറ് അതിൻ്റെ കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ അത്രയ്ക്ക് മാച്ച് ആവില്ലെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ നന്നായിട്ട് അത് മാച്ച് ആവുന്നുണ്ട്, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. കിടിലൻ ടേസ്റ്റാണ്, നിർത്തൂല. അടിപൊളിയാ. എന്നാ അമ്മ ഇവിടെ തന്നെ ചോറ് വിളമ്പിയോ? പപ്പയുടെ പേപ്പറിന് വരെയാ വെച്ചത്. എൻ്റെ മറ്റേ പിക്കിളിരിപ്പുണ്ട്, വേണോ? ലെമൺ ഡേറ്റ്സ് നല്ല രുചിയാട്ടോ ഇതിന്. അപ്പം ഇച്ചിരി എടുത്തോ. അതെ നല്ല രുചിയാ. എങ്ങനെയുണ്ടോ? അപ്പ കഴിക്കണത് ഇതൊന്നും ഇല്ലാത്ത സിമ്പിൾ ചോറ്, കറികളും. അമ്മയ്ക്ക് ഇച്ചിരി വേണോ നെയ്യ്? വേണ്ട. അമ്മ സാധാരണ ചോറും കറിയാ. സാധാരണ ചോറും കറിയല്ലേ. ചാറ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാട്ടോ. ചെമ്മീൻ ഞാൻ അധികം കഴിക്കാത്തതുകൊണ്ടാട്ടോ ഇച്ചിരി എടുത്തതാണ്. പിക്കലെടുത്തില്ല, ഇത് മതി ഇപ്പം തൽക്കാലം. എല്ലാവരും വേഗം പോയി ചോറുണ്ടോളുക. 1:45. ചതച്ച മുളക് പൊടി നല്ല എരിവാ. അതിനായിരിക്കും അപ്പം എരിവുണ്ടെന്ന്. ചെമ്മീൻ അധികം ഇല്ല. ചെമ്മീത്തിന് എരിവൊന്നുമില്ല. ചെമ്മീത്തിന് ഷാറാക്കറി പൗഡറാ. കോവയ്ക്കൊക്കെ എരിവുണ്ടതാ. അമ്മ ഊണ് കഴിഞ്ഞുള്ള മധുരം നോൺ സ്റ്റോപ്പാ. ഇനിയിപ്പോ എന്താ വേറെ മധുരം ഉണ്ടോ? നല്ല മധുര. ഞാൻ തൊണ്ടിൽ ഇച്ചിരി കയറി ചെത്തി തിന്നു നോക്കി. മല്ലിക ഇവിടെ മേടിച്ചത് നല്ലതായിരുന്നു. മൂറില മല്ലിക നന്നായി പഴുക്കണം, എന്നാലോ രുചി. അന്ന് ഞാൻ അബദ്ധം കാണിച്ച് ഓർണം പഴുത്തൂന്നും പറഞ്ഞ് എത്തിയിട്ട് ഭയങ്കര പുളിയല്ലാണ്. 2 ദിവസം കഴിഞ്ഞ് എത്തിയപ്പോ തേന്റെ മധുരായിരുന്നു. ഇത് കല്യാണിന്ന് മേടിച്ചതാ. ആണോ? ഓ, ആ സൂപ്പർ മാർക്കറ്റില്ലേ, ഗ്രൗണ്ടിന്റെ അതിലങ്ങ് പോകുമ്പോ കടും മധുര. ഇത് ഈ പൂളാൻ എളുപ്പാ, നീട്ടം ഉണ്ടായിരുന്നു. കൂട്ടപ്പനല്ല, അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇത് തിന്നാൻ പറ്റൂല. കാരണം അത്യാവശ്യം വലുതാ. ഞാനപ്പോഴും പറഞ്ഞേ 60-70 എങ്ങാണ്ടാന്ന് പറഞ്ഞു ഒരെണ്ണത്തിന്. നേരം പറഞ്ഞു. അല്ല, ഇതിലും വലുത് ഇഷ്ടംപോലെ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ഉള്ളതിൽ ചെറുത് നോക്കി തപ്പി എടുക്കണതാ. അത് ചെറുതില്ല ഇതിന്. അവിടെ ഇഷ്ടംപോലെ വലുത് ഇരിപ്പുണ്ട്. കാണിച്ചേ ആ പൂളി. കാണിക്കാൻ ജലദോഷം ഇളകി. മല്ലിക മധുരം ഉണ്ടോ? നല്ല കടും മധുര. കഴിച്ചോളൂ.
രണ്ടുപേരും ഇങ്ങനെ കഴിച്ചോ. ഒരു ഫോർക്കും കൂടെ വേണമെങ്കിൽ എടുത്തോണ്ട് വരാം. എനിക്ക് 2-3 കഷ്ണം മതി. ഞാൻ എടുത്തിട്ടാണ് കൊടുത്തരാണ്.